വെൽക്കം ടു BBR PSC. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കായികം എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ്. നിങ്ങൾക്കത് ഉപയോഗപ്രദമാവുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി സ്പെയിനാണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം എന്ന് പറയുന്നത് ബി സ്പെയിനാണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ഓപ്ഷൻ സി 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് എപ്പോഴാണ്? 1973. അതുപോലെ ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ച ടീം ഏതാ? ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ച ടീം എന്ന് പറയുന്നത് ബംഗാളാണ്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ച ടീം എന്ന് പറയുന്നത് ബംഗാളാണ്. 77ാമത് സന്തോഷ് ട്രോഫി കിരീട ജേതാക്കളായ ടീം ഏതാണ്? സർവീസസ് ആണ്. 77ാമത് സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ സർവീസസ് ആണ്. 77ാമത് സന്തോഷ് ട്രോഫി റണ്ണറപ്പ് ആരാണ്? ഗോവയാണ്. 77ാമത് സന്തോഷ് ട്രോഫി റണ്ണറപ്പ് ടീം ഏതാണ്? ഗോവയാണ്. അതുപോലെ 77ാമത് സന്തോഷ് ട്രോഫിയുടെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. 77ാമത് സന്തോഷ് ട്രോഫിയുടെ വേദി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. അതുപോലെ 2022-23 സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ ആരായിരുന്നു? കർണാടകയായിരുന്നു. 2022-23 സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ കർണാടകയായിരുന്നു. 2021-22 സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ കേരളമായിരുന്നു. 2021-22 കിരീട ജേതാക്കളും കേരളമായിരുന്നു. അന്ന് കേരളത്തിൽ നിന്ന് കൂടുതൽ ഗോൾ നേടിയത് ജസിൻ തോണിക്കര ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ജസിൻ തോണിക്കരയായിരുന്നു. അതുപോലെ കേരള ക്യാപ്റ്റൻ ആരായിരുന്നു? ജിയോ ജോസഫ് ആയിരുന്നു. അതുപോലെ കേരള ക്യാപ്റ്റൻ എന്ന് പറയുന്നത് 2021 കാലഘട്ടത്തിൽ കേരളം സന്തോഷ് ട്രോഫി ജേതാക്കളാകുമ്പോൾ കേരള ക്യാപ്റ്റൻ ജിയോ ജോസഫ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആരാണ്? ജസിൻ തോണിക്കരയായിരുന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമായിരുന്നു? 1973 ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ച ടീം ഏതാണ്? ബംഗാളാണ്. 77ാമത് സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ ആരായിരുന്നു? സർവീസസ് ആയിരുന്നു. അതിൽ റണ്ണറപ്സ് ആരായിരുന്നു? ഗോവയായിരുന്നു. 77ാമത് സന്തോഷ് ട്രോഫി വേദി എവിടെയായിരുന്നു? അരുണാചൽ പ്രദേശായിരുന്നു. 2022-23 സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ ആരായിരുന്നു? കർണാടകയായിരുന്നു. 2021-22 സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ കേരളയായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ആരാണ്? ജസിൻ തോണിക്കരയായിരുന്നു. അന്ന് കേരള ക്യാപ്റ്റൻ ആരായിരുന്നു? ജിയോ ജോസഫ് ആയിരുന്നു. ഇത്രയും പറഞ്ഞ് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ചൈനയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതായിരുന്നു? ചൈനയായിരുന്നു. 3ാം തവണയാണ് ചൈന ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. 3ാം തവണയാണ് ഏഷ്യൻ ഗെയിംസിന് ചൈന ആതിഥേയം വഹിക്കുന്നത്. ചൈനയിലെ വേദി എവിടെയായിരുന്നു? ഹാങ്ഷോ ആയിരുന്നു. ചൈനയിലെ ഹാങ്ഷോയിൽ വെച്ചാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത്. അതായത് 19ാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്ഷോയിൽ വെച്ചാണ് നടന്നത്. അതുപോലെ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? മെഡൽ ടേബിളിൽ ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ ടേബിളിൽ എത്രാം സ്ഥാനത്തായിരുന്നു? 4ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യ മൊത്തം എത്ര മെഡലുകളാണ് നേടിയത്? 19ാമത് ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകളാണ് നേടിയത്. ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു. 107 മെഡലുകളായിരുന്നു നേടിയത്. ഇനി നമുക്ക് അതിൽ 28 സ്വർണ്ണ മെഡലുകളുണ്ടായിരുന്നു. 28 സ്വർണ്ണ മെഡൽ, 30 വെള്ളി മെഡൽ, 41 വെങ്കല മെഡലാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയത്.
ഇന്ത്യ മെഡൽ ടേബിളിൽ 4-ാം സ്ഥാനത്തായിരുന്നു. മൊത്തം 107 മെഡലുകളാണ് നേടിയത്. അതിൽ 28 സ്വർണം, 30 വെള്ളി, 41 വെങ്കലമായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? അത് ഓപ്ഷൻ ഡി ഹോക്കിയാണ്. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം എന്ന് പറയുന്നത് ഏതാണ്? ഹോക്കിയാണ്. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം എന്ന് പറയുന്നത് ഹോക്കിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ്? ഓപ്ഷൻ ഡി PR ശ്രീജേഷിൻ്റെയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ. PR ശ്രീജേഷിൻ്റെ ആത്മകഥ ഏതായിരുന്നു? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഓപ്ഷൻ ബി PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? PT ഉഷയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതു രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? അത് ഓപ്ഷൻ എ ഗ്രീസാണ്. അതുപോലെ ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യവും ഗ്രീസാണ്. ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രീസ് എന്ന രാജ്യത്തു നിന്നുള്ള ടീമാണ് ആദ്യം മാർച്ച് ചെയ്യുന്നത്. ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യവും ഗ്രീസാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഓപ്ഷൻ ബി ടെന്നീസിനുള്ളതാണ്. ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് ടെന്നീസിനുള്ളതാണ്. അതുപോലെ നമുക്ക് ക്രിക്കറ്റിൻ്റെ നോക്കുകയാണെന്ന് വെച്ചാൽ രഞ്ജി ട്രോഫി, ആഷസ്, CK നായിഡു ട്രോഫി, ഇറാനി ട്രോഫി, ദേബ്ധർ ട്രോഫി. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ട്രോഫികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രഞ്ജി ട്രോഫി, ആഷസ്, CK നായിഡു ട്രോഫി, ഇറാനി ട്രോഫി ആൻഡ് ദേബ്ധർ ട്രോഫിയാണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ട്രോഫികൾ ഏതൊക്കെയാണ്? രഞ്ജി ട്രോഫി, ആഷസ്, CK നായിഡു ട്രോഫി, ഇറാനി ട്രോഫി, ദേബ്ധർ ട്രോഫി. ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ഡേവിസ് കപ്പാണ്. അതുപോലെ ബാഡ്മിൻ്റൻ്റെ ഏതൊക്കെയാണ്? ഊബർ കപ്പും തോമസ് കപ്പും സുധീർമാൻ കപ്പും. ബാഡ്മിൻ്റൻ്റെ ഏതൊക്കെയാണ്? ഊബർ കപ്പ്, തോമസ് കപ്പ്, സുധീർമാൻ കപ്പ്. ബാഡ്മിൻ്റൻ്റെ ഏതൊക്കെയാണ്? ഊബർ കപ്പ്, തോമസ് കപ്പ്, സുധീർമാൻ കപ്പ്. ബാസ്കറ്റ് ബോളിൻ്റെ ഏതൊക്കെയാണ്? BC ഗുപ്ത ട്രോഫി, SM അർജുനരാജ ട്രോഫി, വില്യം ജോൺസ് കപ്പ്, ബാംഗ്ലൂർ ബ്ലൂസ് ചലഞ്ച് കപ്പ്. ബാസ്കറ്റ് ബോളിൻ്റെ ഏതൊക്കെയാണ്? BC ഗുപ്ത ട്രോഫി, SM അർജുനരാജ ട്രോഫി, വില്യം ജോൺസ് കപ്പ്, ബാംഗ്ലൂർ ബ്ലൂസ് ചലഞ്ച് കപ്പ്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഡേവിഡ്സ് കപ്പ് എന്ന് പറയുന്നത് ടെന്നീസുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫിയാണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികൾ ഏതൊക്കെയാണ്? രഞ്ജി ട്രോഫി, ആഷസ്, CK നായിഡു ട്രോഫി, ഇറാനി ട്രോഫി ആൻഡ് ദേബ്ധർ ട്രോഫി. അതുപോലെ ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട പ്രധാന ട്രോഫികൾ ഏതൊക്കെയാണ്? ഊബർ കപ്പ്, തോമസ്, സുധീർമാൻ കപ്പാണ്. അതുപോലെ ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന ട്രോഫികൾ ഏതൊക്കെയാണ്? BC ഗുപ്ത ട്രോഫി, SM അർജുനരാജ ട്രോഫി, വില്യം ജോൺസ് കപ്പ്, ബാംഗ്ലൂർ ബ്ലൂസ് ചലഞ്ച് കപ്പ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് D11 വാട്ടർ പോളോ മത്സരത്തിൽ ടീം അംഗങ്ങളും ഗോൾ കീപ്പറും അടക്കം മൊത്തം 11 പേരാണ് ഉണ്ടാവുക. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇതൊരു എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഹോക്കിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം.
കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ഡി യു ഷറഫലിയാണ്. ശ്രീ യു ഷറഫലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫലിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം. 2ാം സ്ഥാനക്കാരായ രാജ്യം ആരാണ്? ഫ്രാൻസ് ആണ്. ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ്. അപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ 2022 ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജൻറ്റീനയായിരുന്നു. അർജൻറ്റീനയാണ് വിജയിയായിരുന്നത്. 2022 ലോകകപ്പ് ഫുട്ബോൾ വിജയി എന്ന് പറയുന്നത് അർജൻറ്റീനയായിരുന്നു. എവിടെ വെച്ചാണ് 2022 ഫുട്ബോൾ ലോകകപ്പ് നടന്നത്? ഖത്തറിൽ വെച്ചായിരുന്നു. 2022 ലോകകപ്പ് ഫുട്ബോൾ വേദി എന്ന് പറയുന്നത് ഖത്തറിലായിരുന്നു. അതുപോലെ തന്നെ 3ാം തവണയാണ് അർജൻറ്റീന ലോകകപ്പ് സ്വന്തമാക്കുന്നത്. 3ാം തവണയാണ് അർജൻറ്റീന ലോകകപ്പ് സ്വന്തമാക്കുന്നത്. അതുപോലെ 3ാം സ്ഥാനത്ത് ഏത് രാജ്യമായിരുന്നു? ക്രൊയേഷ്യ 3ാം സ്ഥാനത്തായിരുന്നു. അർജൻറ്റീന 1ാം സ്ഥാനത്തായിരുന്നു. 2ാം സ്ഥാനക്കാർ ഫ്രാൻസ് ആയിരുന്നു. 3ാം സ്ഥാനം ക്രൊയേഷ്യ ആയിരുന്നു. അതുപോലെ 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ലയേബ് ആയിരുന്നു. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ലയേബ് ആയിരുന്നു. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ്. 2022 ലോകകപ്പ് ഫുട്ബോൾ വേദി എന്ന് പറയുന്നത് ഖത്തറായിരുന്നു. 1ാം സ്ഥാനം നേടിയത് അർജൻറ്റീനയായിരുന്നു. അർജൻറ്റീന 3ാം തവണയാണ് ലോകകപ്പ് സ്വന്തമാക്കുന്നത്. അതുപോലെ 2022 ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാർ ക്രൊയേഷ്യ ആയിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയം വഹിക്കുന്നത് ആരാണ്? 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയം വഹിക്കുന്നത് ഓപ്ഷൻ ബി ഇറ്റലിയാണ്. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഇറ്റലിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂ എന്ന പദം ബില്യാർഡ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓരോ കായിക വിനോദങ്ങളിൽ ഓരോ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ബില്യാർഡ്സിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ക്യൂ. ക്യൂ കൂടാതെ ബില്യാർഡ്സിൽ വേറെ കുറച്ച് പദങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതൊന്ന് പറഞ്ഞു പോവാം. ബില്യാർഡ്സിലുള്ളത് ക്യൂ എന്ന് പറയും. പിന്നെ കനോൺ, ബൗൾ ക്ലൈൻ, സ്ക്രാച്ച്, സ്ക്രൂ ബാക്ക്. ബില്യാർഡ്സ് കായിക വിനോദത്തിൽ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ക്യൂ, കനോൺ, ബൗൾ ക്ലൈൻ, സ്ക്രാച്ച്, സ്ക്രൂ ബാക്ക്. ബില്യാർഡ്സിൽ ഉപയോഗിക്കുന്നത് ക്യൂ, കനോൺ, ബൗൾ ക്ലൈൻ, സ്ക്രാച്ച്, സ്ക്രൂ ബാക്ക് ആണ്. ഈ പദങ്ങളാണ് ബില്യാർഡ്സിൽ ഉപയോഗിക്കുക. ബില്യാർഡ്സ് ഗെയിമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുപോലെ ഹോക്കിയിൽ ഓപ്ഷൻ എ ഹോക്കിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ബുള്ളി, ക്യാരി, സ്റ്റിക്ക്, ഡ്രിബിൾ, പെനാൽറ്റി കോർണർ, 16 യാർഡ് ഹിറ്റ്, സ്ട്രൈക്കിംഗ്, ഹൂപ്പ്. ഹോക്കിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? ബുള്ളി, ക്യാരി, സ്റ്റിക്ക്, ഡ്രിബിൾ, പെനാൽറ്റി കോർണർ, 16 യാർഡ് ഹിറ്റ്, സ്ട്രൈക്കിംഗ്, സ്കൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി ബോക്സിൻ്റെ നോക്കാം. ബോക്സിൻ്റെ ഏതൊക്കെയാണ്? ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? ക്യൂൻസ്ബറി, സക്കർ പഞ്ച്, ബ്ലോക്കിംഗ്, ക്രോസ്. ഇത് കുറച്ച് എളുപ്പമല്ലേ? ബോക്സിങ്ങിൽ ക്യൂൻസ്ബറി, സക്കർ പഞ്ച്, ബ്ലോക്കിംഗ്, ക്രോസ്. അതുപോലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടത് ചൈനാമാൻ, ദൂസര, വൈഡ്, ഗൂഗ്ലി, ഫോളോ, ഓൺ, ഡക്ക്, ഫ്രീ ഹിറ്റ്, കവർ. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? ചൈനാമാൻ, ദൂസര, വൈഡ്, ഗൂഗ്ലി, ഫോളോ ഓൺ, ഡക്ക്, ഫ്രീ ഹിറ്റ്, കവർ. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ബില്യാർഡ്സ് ആണ്. ബില്യാർഡ്സുമായി ബന്ധപ്പെട്ട മറ്റ് പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൂ, കനോൺ, ബൗൾ ലൈൻ, സ്ക്രാച്ച്, സ്ക്രൂ ബാക്ക്.
അതുപോലെ ഹോക്കിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? ബുള്ളി, ക്യാരി, സ്റ്റിക്ക്, ഡ്രിബിൾ, പെനാൽറ്റി കോർണർ, 16 യാർഡ് ഹിറ്റ്, സ്ട്രൈക്കിംഗ്, സ്കൂപ്പ്. അതുപോലെ ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? ക്യൂൻസ്ബറി, സക്കർ പഞ്ച്, ബ്ലോക്കിംഗ്, ക്രോസ് ആണ്. അതുപോലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? ചൈനാമാൻ, ദൂസര, വൈഡ്, ഗൂഗ്ലി, ഫോളോ ഓൺ, ഡക്ക്, ഫ്രീ ഹിറ്റ്, കവർ എന്നിവയാണ്. അതുപോലെ നമുക്ക് ഇനി അവസാന ചോദ്യത്തിലോട്ട് കടക്കാം. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയതാരാണ്? 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? ഗോൾഡൻ ബൂട്ട് ആരാണ് നേടിയത്? ഓപ്ഷൻ ബി കെലിയൻ എംബാപ്പയാണ് ഗോൾഡൻ ബൂട്ട് നേടിയത്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? കെലിയൻ എംബാപ്പയാണ്. അപ്പോൾ ഗോൾഡൻ ഗ്ലോ ആരാണ് നേടിയത്? എമിലിയാനോ മാർട്ടിനസ് ആണ് ഗോൾഡൻ ഗ്ലോ നേടിയത്. ഗോൾഡൻ ഗ്ലോ ആരാണ് നേടിയത്? എമിലിയാനോ മാർട്ടിനസ് ആണ്. ഗോൾഡൻ ബോൾ ആരാണ് നേടിയത്? ലയണൽ മെസ്സിയാണ് ഗോൾഡൻ ബോൾ നേടിയത്. അതുപോലെ യങ് പ്ലെയർ ആരായിരുന്നു? എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു യങ് പ്ലെയർ. അതേപോലെ 2022 ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ആരാണ് നേടിയത്? കെലിയൻ എംബാപ്പയാണ്. അതുപോലെ ഗോൾഡൻ ഗ്ലോ ആരാണ് നേടിയത്? എമിലിയാനോ മാർട്ടിനസ് ആണ്. ഗോൾഡൻ ബോൾ ആരാണ് നേടിയത്? ലയണൽ മെസ്സിയാണ്. യങ് പ്ലെയർ ആരാണ്? എൻസോ ഫെർണാണ്ടസ് ആണ്. ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.